തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗം മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്നതല്ലെന്നും ഇക്കാര്യത്തിൽ ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് രോഗം കണ്ടെത്തിയ പന്നി ഫാമിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തിരുമിറ്റക്കോട് മലയകം പ്രദേശത്തെ പന്നി ഫാമിലാണ് രോഗം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ അധികൃതർ പരിശോധന നടത്തിയത്. പ്രദേശത്തെ പന്നി ഫാമിൽ 25 പന്നികളാണ് പന്നിപ്പനി ബാധിച്ച് ചത്തത്. നിലവിൽ ഫാമിലെ 15 പന്നികൾക്ക് കൂടി പരിശോധനയിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. നിലവിലെ ആളുകൾക്ക് ആശങ്ക വേണ്ടെന്നും പന്നിപ്പനി മറ്റ് അസുഖങ്ങളെപ്പോലെ മനുഷ്യരിലേക്ക് പടരുന്നതല്ലെന്നും വെറ്റിനറി ഡോക്ടർ കാർത്തിക പറഞ്ഞു. തിരുമറ്റക്കോട് പഞ്ചായത്തിലെ 12ാം വാർഡിൽ ശ്രീ സുഭാഷ് ചാഴിയാട്ടി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ ആഫ്രിക്കൻ പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജാഗ്രത വേണമെന്ന് മാത്രമേ ഉള്ളൂ. അനിമൽസിൽ മാത്രം, പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ്. വേറെ വളർത്തു മൃഗങ്ങളിലോ ഒന്നിലേക്കോ പകരുന്നതല്ല, പന്നികളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ പന്നികളിൽ 100% വരെ മരണ നിരക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വേറെ ട്രീറ്റ്മെന്റ്, വേറെ ചികിത്സ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് കള്ളിങ് മാത്രമേ അതിന് നടപടിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കള്ളി. പന്നിമാംസം കഴിച്ചതുകൊണ്ട് രോഗം പകരില്ലെന്നും മറ്റു വളർത്തുമൃഗങ്ങളിലേക്കും രോഗം പടരില്ലെന്നും ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡോക്ടർ അറിയിച്ചു. രോഗത്തിന് ചികിത്സകളില്ലാത്തതിനാൽ നിലവിൽ രോഗം ബാധിച്ച പന്നികളെ കൊല്ലാനാണ് തീരുമാനം. കൂടാതെ ഫാമിലെ മാലിന്യക്കുഴി മണ്ണിട്ട് മൂടാനും ഫാം പൂർണ്ണമായി അണുവിമുക്തമാക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. ഫാമിന് തൊട്ടു സമീപം കടുങ്ങോട് പഞ്ചായത്ത് പരിധിയിലെ വിവിധ 8ഓളം വരുന്ന പന്നി ഫാമുകളിലെ 500ഓളം പന്നികൾക്കും രോഗബാധിച്ചതായാണ് വിവരം. മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ രവി, ജില്ലാ കോർഡിനേറ്റർ കതിരേശൻ, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, വെറ്റിനറി ഡോക്ടർ കാർത്തിക എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്.